ഇതാണ് സന്നിധാനം. ഇത് കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെയും നമ്മുടെ കണ്ണ് അങ്ങോട്ടാണ് പോകുന്നത്. വർക്കിനൊക്കെ വന്നതാ, പക്ഷെങ്കിൽ എന്താ പറയുക, മനസ്സിനകത്തുള്ളൊരു വല്ലാത്തൊരു ലുക്ക, ഒരു സന്തോഷം സന്നിധാനം കണ്ടിട്ട്. അപ്പോൾ ഇപ്പം നട തുറക്കാറായിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നട തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ അവിടാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കേബിൾ വലിച്ച് ഈ ഒരു ബീമേലോട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട്, ഇത് ഇച്ചിരി ടോപ്പ് ഭാഗം, അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് എയർ ഫൈബറിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഇവിടെ വെക്കാം. അപ്പോൾ സ്വാമിമാരൊക്കെ കൂട്ടം കൂടി പോകുന്നുണ്ട്. സ്വാമിമാരൊക്കെ ഒരു വൈബായി എങ്ങ് സ്വാമി ശരണം അയ്യപ്പോൾ ഇനി അതേ ഉള്ളു കേൾക്കാൻ. ഈ കാണുന്നത് എന്താണെന്നറിയാം, ഇത് നമ്മുടെ നടപ്പന്തലാണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന വഴിയാണ്ട് ആ കാണുന്ന ആ ഒരു റൂട്ട്, ഇതാണ് നടപ്പന്തലാണ്. അപ്പോൾ ഇവിടുന്ന് നടപ്പന്തലിൽ നിന്ന് ഈ ഒരു ക്രോസ് ലൈൻ നടപ്പന്തൽ പോയിരിക്കുന്നത് ഇതാണ് നമ്മുടെ 18-ാം പടി. അപ്പോൾ 18-ാം പടിയാണ് ഈ കാണുന്നത്. ഇതാണ് 18-ാം പടി സന്നിധാനം. അപ്പം നമുക്ക് കാര്യങ്ങളിലോട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അവർ സാധനം എടുക്കാൻ പോയിക്കും. അപ്പോൾ അവരെനിക്ക് കേബിളും അതെല്ലാം ബാഗെല്ലാം കൂടെ എടുത്ത് തരും. നട തുറക്കുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ആണ്. അപ്പോൾ അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് നട തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്തിൻ്റെ. അങ്ങനെ നട തുറക്കാറായി. നട തുറന്ന ഇനി ഇവിടുന്നൊരു ഭയങ്കര ഒരു മനസ്സിനെ ഒരു വല്ലാത്തൊരു സന്തോഷം, പറയാൻ വാക്കുകൾ വരുന്നില്ല. ഇത്രയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നത്തെ ദിവസം കാറ്റടിക്കുമ്പോഴേ ഒരു എന്താ പറയുക, ആ ഒരു പ്രസാദത്തിൻ്റെ ആ മണം നമുക്കൊരു പറയാനൊരു വാക്കുകളില്ല. അതേമാതിരി ഞാനിന്ന് ഇവിടെ വരുമെന്നോ, ഈ നട തുറക്കുന്ന സമയത്ത് ഇത്രയും മുകളിൽ കയറി നിൽക്കുമെന്നോ, ഞാൻ നിൽക്കുന്ന ഒരു വ്യൂ വല്ലാത്തൊരു ഒരു സ്ഥലത്തായി നിൽക്കുന്നത് ഞാൻ, ശബരിമല. അപ്പോൾ ഇതൊന്നും നോക്കാതെ വരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ലൈഫിൽ പലതും. അപ്പം ഇതൊക്കെയാണ് ശബരിമലയിലെ ഒരു വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ജിയോയുടെ എയർ ഫൈബറിൻ്റെ ഇൻസ്റ്റോളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ ടൂളെല്ലാം മേളിൽ കയറ്റി. അപ്പം ഇതിൻ്റെ ഡിവൈസ് എല്ലാം നമ്മൾ ഇതാക്കിയായിരുന്നു. അവിടെ നിന്ന് എടുത്തപ്പോഴേ വെക്കാനുള്ള സാധനമല്ലേ, അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡൊന്ന് വയറിട്ടിട്ട് വരാം അവിടെ നിന്ന്. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഒരയ്യപ്പനോ സ്വാമിയോ ഇല്ലായിരുന്നു. ഇപ്പം ഫുള്ള് നിറഞ്ഞു കണ്ടോ, സെക്കൻഡും കൊണ്ട്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർ അയ്യപ്പന്മാരാ വന്നേന്ന് നോക്കി. അപ്പം ഇനി നമുക്ക് വയറൊന്നിട്ട് കൊടുക്കാം. വയറിടാൻ ഇവിടെ ഇവിടോ ഇതാ ഈ മുറിയാണ്, ഈ മുറിയാണ്. അപ്പോൾ ഈ മുറിയിൽ വയറിട്ട് കൊടുത്തിട്ട് ഇവിടെ നീ അകത്ത് കയറിയിട്ട് ഞാൻ ഇട്ട് തരാം. പിടിക്കണം, ഇല്ലാതെ പറ്റത്തില്ല. ഇവിടെ നിന്ന് എറിയണം.
പുറത്തല്ല, അകത്താ. അല്ല, ആ ഞാൻ കൊടുത്തോളാം. ശരിയോ? 18-ാം പടി കയറ്റി വിട്ടു. ഭയങ്കര തിരക്ക്. എല്ലാവരും തേങ്ങ ഉടച്ച് കയറാൻ തുടങ്ങി. ഭയങ്കര തിരക്കാണ്. അപ്പോൾ 18-ാം പടി കയറി ഏറ്റവും മുകളിൽ നോക്കി ആ നടപ്പന്തൽ വഴി കയറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറി ഇതിലേ വന്ന് ഈ വഴിയോടാണ് ഇറങ്ങി ദർശനത്തിന് കയറുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ ആൾ കൂടും. ആൾ കയറി പോകുന്നുണ്ട് ഇവിടെ എല്ലാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേ നമ്മുടെ കണ്ണ് പോവുള്ളൂ. നിങ്ങൾ തന്നെ പറ, ഇവിടെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങ് പോവാ എൻ്റെ കണ്ണ്. കാരണം വേറൊരു ലെവലായിരിക്കും. അതുകൊണ്ടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ നട തുറന്നപ്പം കണ്ടോ ഇവിടെ ഇപ്പോൾ എത്ര പേരായി നോക്കിയേ, മൊത്തം നിറഞ്ഞു. പക്ഷേ ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ഇവിടെ. കണ്ടോ താഴെ, കണ്ടോ താഴെയും ക്യൂവാ. കണ്ടോ എക്സ്റ്റൻഷൻ ബോർഡിൽ കറണ്ട് വന്ന് നമ്മുടെ മിഷൻ വർക്കായി. അപ്പം ബാക്കി വർക്ക് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ കണക്ട് അടിക്കാനാണ്. അപ്പോൾ ഈ കണക്ട് അടിക്കുന്നതിന് എനിക്ക് ആക്ച്വലി മൊബൈലൊന്നും വെക്കാനുള്ള ഒരു സൗകര്യത്തിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോസൊക്കെ ഒരു പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ അത് ഒരു പ്രോബ്ലം ഉള്ളൂ. നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി വന്നതല്ല. കണ്ടപ്പം ഈ സ്ഥലം വന്നപ്പം എടുക്കാതെ പോകാൻ വയ്യാതായിപ്പോയി. അതുകൊണ്ട്
അപ്പം നമ്മൾ ഇവിടെ ഡിവൈസ് ഇതാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമല്ലോ. അപ്പം ഇതാണ് സന്നിധാനം ശബരിമല. അപ്പം അതിൻ്റെ അടുത്താണ് ഡിവൈസ് ഇരിക്കുന്നത്. ടവർ ഇവിടെ ഉണ്ട്. ആ ടവറിൻ്റെ ഫേസിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ടൂളെല്ലാം എടുത്തുനിന്ന് ബാഗിൽ നിന്ന് റെഡിയാക്കി വെക്കുക. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക. ഇനി നമ്മളിവിടുത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. അപ്പം താഴോട്ട് ഇറങ്ങി താഴെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് സേഫായിട്ടൊന്ന് താഴെ ഇറങ്ങിക്കോട്ടെ. ഇച്ചിരി റിസ്ക്കാണ്. ഒരു ഏണിയില്ല. ഇവിടുന്ന് ഏണിയൊന്നും ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇവിടുന്ന് ഞാനിനി താഴെ ഇറങ്ങണം. ഈ കാണുന്ന ഒരു ഏണിക്ക് പകരം വെച്ചൊരു സാധനം. ഓക്കെ, ഞങ്ങൾ താഴെ വന്നിട്ട് ഇവിടെ RMP സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് RMP സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാമേ. വോയിസ് ഓവർ കൊടുത്തോളാം. അതെ, അതെ. അപ്പോൾ ഇതാണ് RMP ഫിൽറ്റർ വെച്ചേക്കുവാണ്. അപ്പം അവിടെ നിന്നൊരു കേബിളൂടെ വരുന്നുണ്ട്. ആ കാണുന്നിടത്ത് നിന്ന് ആ കേബിൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് ഇങ്ങോട്ട് വലിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ വലിച്ച് നമ്മൾ ഈ RMP വെച്ച് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ അവിടെയാണ് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇനിയും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിലോട്ട് പോവാണ് ഞാൻ. നമ്മളെ മുമ്പേ ആ മേളിൽ നിന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു വ്യൂ ഇല്ലേ, അതൊക്കെ മേളിൽ പോയി. ഇപ്പോൾ ആൾക്കൂട്ടം കൊണ്ടോ കൂടിയങ്ങ് ഉണ്ടോ. സന്നിധാനത്തോട്ട് നോക്കണേ. അത് കണ്ടോ, അവിടെ എല്ലാം ക്യൂ ആ. കണ്ടോ, മുകളിൽ കൂടെ പോകുന്നുണ്ട്. എല്ലാം ക്യൂ ആയി. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ക്യൂ ആയി. കുറച്ച് സമയം കൊണ്ട് ഇവിടെ എല്ലാം ഉണ്ടോ തിരക്ക് കൂടി. ഇവിടാണ് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഡിവൈസ് എല്ലാം ഫിറ്റ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് കേബിളിട്ട് TV അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ TV ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം കേബിള് ഇനി ഇതിൻ്റെ കൂടെ കൊണ്ടുവരണം. കേബിളിന്ന് ഇവിടെ TV എടുത്തിട്ട് നിർത്തിക്കണം. അമ്പാനെ എനിക്ക് മാലൊരുക്കി കഴിഞ്ഞ് നിന്നെ ഞാൻ കൊല്ലും.
ഞാൻ മാലയിടാനാണോ? അല്ല സാധാരണ ഞങ്ങള് ദർശനത്തിന് പോവാണ്. അപ്പോൾ ഇവിടുത്തെ തെള്ളാണെങ്കിൽ ഭയങ്കര തെള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര തെള്ളാണ്. കാണിച്ചു തരാം. ഇതാണ് തെള്ള്. രാവിലെ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. മൊത്തം തെള്ളെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വൈബ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്. ഇത് ഇന്നും കൂടാതെ എന്താ പറയുക, എവിടെയോ നിന്ന് ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നട തുറക്കുന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് ദർശനം കിട്ടും. അതും മുന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തില്ല. അതുപോലൊരു തരം ഇതാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ദർശനം എന്ന് പറഞ്ഞാൽ അടുത്ത്, അയ്യപ്പൻ്റെ തൊട്ടടുത്ത് മുന്നിൽ. ഞങ്ങളിപ്പം ഈ മാളികപ്പുറം വന്നു. ഇതാണ് മാളികപ്പുറം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല.